തെരുവുനായ വന്യമൃഗ ആക്രമണം. ജനരക്ഷയ്ക്കായി പ്രധാനമന്ത്രിക്ക് 50 ലക്ഷം പേരുടെ ഭീമഹർജി. ഭീമഹർജിയിലേക്കുള്ള ഒപ്പുശേഖരണം പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. തെരുവു നായകളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഭീമഹർജി സമർപ്പിക്കുന്നു. ഭീമഹർജിയിലേക്കുള്ള ഒപ്പുശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലുവയിലെ സെന്റ് പീറ്റർ ആൻഡ് പോൾ ദേവാലയത്തിൽ വെച്ച് പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് നിർവഹിച്ചു. എത്ര പേരാണ് കടിക്കുന്നത്? ഇവിടെ ഒരു നായി കടിച്ചിട്ട് 4 പേര് ആശുപത്രിയിൽ പോയി. 2 ദിവസം കഴിഞ്ഞ് അറിയുന്ന അയാൾ മരിച്ചുപോയി. ചുമ്മാ പോയതാണ്. ആലുവയിലുണ്ടായ സംഭവമാണ്. ഞാൻ മുനിസിപ്പൽ കൗൺസിലെ മുനിസിപ്പൽ ചെയർമാനെയൊക്കെ വിളിച്ചു പറഞ്ഞു. അവർ കുറേ നായ്ക്കളെ പിടിച്ച നായെയും നമ്മൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വന്യമൃഗങ്ങളിൽ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മനുഷ്യർക്ക് വന്നു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അനുവാദം കൊടുക്കുന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനുഷ്യന് ആപത്താകുന്ന രീതിയിൽ വളരുന്നത് കൊണ്ടാണ് ഞാൻ ഇതിന് മുന്നിട്ടിറങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആവശ്യം ഒരിക്കലും മൃഗങ്ങളെ ദ്രോഹിക്കണമെന്നോ അങ്ങനെയുള്ളൊരു സംഭവമല്ല, മറിച്ച് മനുഷ്യൻ്റെ ജീവന് മൃഗങ്ങളുടെ ജീവനേക്കാൾ വിലയുണ്ട് എന്നുള്ളൊരു കാര്യം ബോധ്യപ്പെടുത്തണം. മനുഷ്യജീവനാണ് ഏറ്റവും വിലയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യജീവൻ ആപത്താകുന്ന രീതിയിൽ ഒരിക്കലും തെരുവ് നായ്ക്കൾ ഉണ്ടാകാൻ പാടില്ല. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തെരുവ് നായ്ക്കളെ ഒന്നെങ്കിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അവയെ നിയന്ത്രിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണ യജ്ഞം സംഘടിപ്പിച്ചത്. തായ്ക്കാട്ടുകര സെന്റ് പീറ്റർ ആൻഡ് പോൾ ഇടവക കൂട്ടായ്മ ഒന്നടങ്കം ഈ ഒപ്പുശേഖരണ യജ്ഞത്തിൽ അണിചേർന്നു. വികാരി ഫാദർ ജെയിംസ് തൊട്ടിയിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. മനുഷ്യജീവനെ വിലകൽപ്പിച്ചുകൊണ്ട് തെരുവുനായ്ക്കളെ ഷെൽട്ടറുകളിൽ അടക്കണമെന്നും വന്യമൃഗങ്ങളുടെ നാട്ടിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കണമെന്നും ഫാദർ ജെയിംസ് തൊട്ടിയിൽ അഭിപ്രായപ്പെട്ടു. വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ തലങ്ങളിലെ ജനങ്ങളെ ഉൾപ്പെടുത്തി 50 ലക്ഷം പേരുടെ ഒപ്പ് സമാഹരിച്ച് ഭീമഹർജിയാക്കി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാനാണ് പദ്ധതിയെന്നും ജോസ് മാവേലി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, എറണാകുളം.